സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയ ആശാ വർക്കർമാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരും. ആരോഗ്യമന്ത്രിയുടെ ഡൽഹി യാത്ര കണ്ണിൽ പൊടിയിടാനെന്ന ആശമാർ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനാകാതെ വീണ ജോർജ് നിവേദനം നൽകി മടങ്ങും. സമരത്തിന് ഐക്യദാർഢ്യവുമായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ UDF മാർച്ച്. കാസർഗോഡ് പരപ്പച്ചാലിലെ ജപ്തിയിൽ കുടുംബത്തിന് സഹായം. കേരള ബാങ്ക് ജപ്തി ചെയ്ത ജാനകിക്കും കുടുംബത്തിനും സഹായവുമായി ആലപ്പുഴ സ്വദേശി വ്യവസായി. പ്രവാസിയായ ഉണ്ണികൃഷ്ണൻ ബാങ്ക് കുടിശ്ശിക അടച്ചു. ഇന്ന് തന്നെ വീട് തുറന്നു നൽകുമെന്ന് കേരള ബാങ്ക്. മുതിർന്ന CPI നേതാവ് K ഇസ്മായിലിനെതിരെ നടപടി. 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്ന് CPI എക്സിക്യൂട്ടീവിന്റെ ശുപാർശ. തീരുമാനം സംസ്ഥാന കൗൺസിലിനെ അറിയിക്കും. നടപടി P രാജുവിന്റെ മരണത്തിന് പിന്നാലെ നടത്തിയ പ്രസ്താവന. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അയൽവാസിയെ കുത്തിക്കൊലപ്പെടുത്തി. കുത്തേറ്റു മരിച്ചത് മാവിളക്കടവ് സ്വദേശി ശശി. കുത്തിക്കൊലപ്പെടുത്തിയ അയൽവാസി മണിയൻ പിടിയിൽ. കൊലപാതകം അയൽവാസികൾ തമ്മിലുള്ള വസ്തുതർക്കത്തിനിടെ. കണ്ണൂർ ചക്കരക്കല്ലിൽ തെരുവുനായ ആക്രമണം. 30-ലധികം പേർക്ക് കടിയേറ്റു. കുട്ടികളടക്കം ആശുപത്രി. എറണാകുളം കുറുപ്പുംപടിയിൽ സഹോദരിമാരെ അമ്മയുടെ ആൺസുഹൃത്ത് പീഡിപ്പിച്ചു. പീഡനത്തിനിരയായത് 10-12 വയസ്സുള്ള കുട്ടികൾ. അയ്യമ്പുഴ സ്വദേശി ധനേഷ് അറസ്റ്റിൽ. പീഡന വിവരം പുറത്തറിഞ്ഞത് പെൺകുട്ടികളിൽ ഒരാൾ സുഹൃത്തിന് എഴുതിയ കത്തിലൂടെ. മലപ്പുറം ഷാബാസ് ഷെരീഫ് വധക്കേസിൽ 3 പേർ കുറ്റക്കാർ. 1-ാം പ്രതി ഷൈബിൻ, 2-ാം പ്രതി ഷിഹാബുദ്ദീൻ, 6-ാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി. 12 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി മറ്റന്നാൾ. ഒറ്റമൂലി രഹസ്യം അറിയാൻ മൈസൂർ സ്വദേശിയായ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2019. അങ്കണവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം. നിയമസഭയിൽ ആശാവർക്കർമാരെ പോലെ സർക്കാർ അങ്കണവാടി ജീവനക്കാരെയും ചവിട്ടി മെതിക്കുന്നെന്ന് പ്രതിപക്ഷം. വകുപ്പ് മന്ത്രി എത്ര സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന നജീബ് കാന്തപുരത്തിന്റെ പ്രസ്താവനയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമെന്ന് മന്ത്രി P രാജീവ്.